ഒരു ലൈംഗിക അധിക്ഷേപ കേസിലെ ക്രിമിനൽ കേസിലെ പ്രതി നീണ്ട നേരം അങ്ങയുമായിട്ട് അങ്ങയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതും ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. നമ്മുടെ സമൂഹത്തിൽ കക്ഷി രാഷ്ട്രീയ തലത്തിനപ്പുറത്തേക്ക് സ്ത്രീകൾ നേരിടുന്ന വളരെ സീരിയസ് ആയ ചില പ്രശ്നങ്ങളിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. പലപ്പോഴും നവോത്ഥാനവും അതിൻ്റെ തുടർച്ചയിലുമൊക്കെ നമ്മൾ വളരെയധികം മുന്നേറിയിട്ടും നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന പുരുഷാധിപത്യ പ്രവണതകളും സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളും ലൈംഗിക അധിക്ഷേപവും അശ്ലീല ആംഗ്യങ്ങളുമൊക്കെ വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ്. അപ്പോൾ മേയർ എന്നതിലോ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തക എന്നതിലോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എന്ന നിലയിലോ ഒരു ഡോക്ടർ എന്ന നിലയിലോ വ്യത്യസ്ത മേഖലകളിൽ നമ്മുടെ നാട്ടിലെ വനിതകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വനിത വളരെ അധികം അപമാനിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ലൈംഗിക അധിക്ഷേപത്തിന് വിധേയയാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തേത് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തിൻ്റെ മേയറാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് വരികയും തൻ്റെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ കൊണ്ട് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കുകയും ചെയ്യുന്ന വളരെ പക്വമതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ വനിതയും കുടുംബാംഗങ്ങളും പിന്നെ മറ്റൊരു ബന്ധുവായിട്ടുള്ള സ്ത്രീയുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ നേരായിട്ട് ലൈംഗിക അധിക്ഷേപം നടത്തുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയാണ് ഇപ്പോൾ ഈ ചർച്ചയിലുടനീളം തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നത്. അപ്പോൾ കുറ്റവാളികൾ പ്രതികളൊക്കെ ഇങ്ങനെ തന്നെ പ്രവണതയുള്ള ആളുകളാണ്. ഈ 1-2 കേസുകളല്ല, നിരവധി കേസുകളിൽ പ്രതിയാവുകയും അത്തരത്തിലുള്ള പൂർവ്വകാല അനുഭവമുള്ള ആളുമാണ് ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ഈ ലൈംഗിക അധിക്ഷേപ കേസിലെ പ്രതിയായ യദു. അപ്പോൾ യദുവിൻ്റെത് നിഷ്കളങ്കവും വിശുദ്ധവുമായ വാദങ്ങളല്ല. അദ്ദേഹത്തിൻ്റെ നിരവധി അപായകരമായ നിലയിൽ വാഹനമോടിക്കുക, ജീവൻ അപകടപ്പെടുത്താൻ ശ്രമിക്കുക ഉൾപ്പെടെ നിരവധി കേസുകൾ, തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ, പേരൂർക്കട പോലീസ് സ്റ്റേഷൻ, നേമം പോലീസ് സ്റ്റേഷൻ, നിരവധി കേസുകളിൽ അദ്ദേഹം പ്രതി കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഇപ്പോൾ ഇവിടെ ആര്യയ്ക്ക് നേരായിട്ടുണ്ടായി. രണ്ടാമത്തെ കാര്യം, ഡിജോ കാപ്പൻ പറയുകയാണ്, ചില നിയമങ്ങളെക്കുറിച്ചാണ് ഡിജോ കാപ്പൻ പറയുന്നത്. നമ്മുടെ സ്ത്രീകൾ, ഡിജോ കാപ്പൻ്റെയും എൻ്റെയും ഗോപികൃഷ്ണൻ്റെയും ഒക്കെ വീടുകളിലെ സ്ത്രീകൾ, നമ്മൾ സ്ത്രീകളോട് നന്നായിട്ട് സംസാരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ വീട്ടിലുള്ളവരോ ഒക്കെ എവിടെയൊക്കെയാണ് അവരെ ആക്ഷേപിക്കപ്പെടുന്നത്, അപമാനിക്കപ്പെടുന്നത്, അവർക്ക് നേരായിട്ടുള്ള അതിക്രമങ്ങൾ ഏതൊക്കെ നിലയിലുണ്ടാകുന്നു എന്നൊക്കെ അവർ പറയാറുണ്ട്. ഏത് നിലയിലുള്ള സ്ത്രീകളും അത്തരം അധിക്ഷേപങ്ങൾക്ക് പലപ്പോഴും വിധേയരാണ്. ആര്യ എന്ത് ചെയ്യണമായിരുന്നു? ആര്യ ആ വാഹനത്തിലിരുന്ന് മറ്റൊരു വാഹനത്തിലെ ഡ്രൈവർ കാണിക്കുന്ന ലൈംഗിക ചേഷ്ട അതെന്താണ് എന്ന് എങ്ങനെയാണ് ഇങ്ങനെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ കാണുന്ന ഒരു ടെലിവിഷൻ ചർച്ചയിൽ നമ്മൾ എങ്ങനെ വ്യക്തമാക്കും? അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ലൈംഗിക ചേഷ്ട, ലൈംഗിക അപമാനം ഒക്കെ നേരിടുകയാണ്. എന്ത് ചെയ്യണമായിരുന്നു ആര്യ ഇതെല്ലാം കേട്ട് ഈ ആക്ഷേപം സഹിച്ച് ഇതെല്ലാം തൻ്റെ വിധിയാണെന്നോർത്ത് വീട്ടിൽ പോയി അന്ന് രാത്രി ഉറങ്ങി പിറ്റേ ദിവസം സമാധാനമായി തൻ്റെ തൊഴിലിൽ തുടർന്ന് ഏർപ്പെടണമായിരുന്നോ? അതോ ഇത്തരത്തിൽ പല സ്ത്രീകളും നിസ്സഹായരായി നേരിടുന്ന ആക്ഷേപങ്ങളും അപമാനങ്ങളും തനിക്ക് സഹിക്കാനാവില്ല, തന്നോടൊപ്പമുള്ള ഒരു സ്ത്രീക്ക് സഹിക്കാനാവില്ല, താൻ പ്രതികരിക്കും എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഈ ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നു. ആ ഡ്രൈവറോട് താൻ നേരിടുന്ന ഒരു സ്ത്രീയുടെ അധിക്ഷേപമാണ്. അത് CPIM പ്രവർത്തിക്കുന്ന സ്ത്രീയാവട്ടെ, BJP പ്രവർത്തിക്കുന്ന സ്ത്രീയാകട്ടെ, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന സ്ത്രീയാകട്ടെ, ഡിജോ കാപ്പൻ്റെയും എൻ്റെയും ഗോപികൃഷ്ണൻ്റെയും കുടുംബാംഗങ്ങളാകട്ടെ, ഭാര്യയാകട്ടെ, അമ്മയാകട്ടെ, സഹോദരിയാവട്ടെ, അത്തരമൊരു അധിക്ഷേപം സഹിക്കാനാവില്ല എന്ന് പുറത്തേക്ക് വന്ന് പ്രകടിപ്പിക്കുകയാണ് ഡിജോ കാപ്പൻ. അതാണ് പുതിയ സ്ത്രീ. അവർ ചോദിക്കും, ഇതിനെക്കുറിച്ച് അവർ വളരെ കൃത്യമായ പ്രതികരണം ഉന്നയിക്കും. അവർ ഡ്രൈവറെ അവരോ കുടുംബാംഗങ്ങളോ ഒന്നും തല്ലിയില്ലല്ലോ, അവർ പിടിച്ചിറക്കി റോഡിൽ വെച്ച് അടിച്ചില്ലല്ലോ, അവർ താൻ നേരിട്ട ക്രൂരമായ ഒരു ലൈംഗിക അധിക്ഷേപത്തോട് പ്രതികരിച്ചു. അതാണ് മേയർ പൊതുസമൂഹത്തോട് നുണ പറഞ്ഞത്. ഡോക്ടർ ഷിജു ഖാൻ, മേയർ എന്തിനാണ് പൊതുസമൂഹത്തോട് നുണ പറയുന്നത്? അവർ വളരെ വളരെ ഒരു പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന വനിതയല്ലേ. ഇപ്പോൾ താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത്, അതായത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ എവിടെയുണ്ടെങ്കിലും അത് നേരിടേണ്ടതാണ്. പുരോഗമന സമൂഹത്തിന് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. സ്ത്രീ പ്രതികരിക്കേണ്ടതാണ്. ഇതെല്ലാം ഈ നവീന പുരോഗമന ആശയങ്ങളോടൊപ്പം ഞാനുമുണ്ട്. പക്ഷേ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ടില്ല.
ഞങ്ങൾ സീബ്ര ലൈനിൽ നിർത്തിയിട്ടില്ല, ഞങ്ങൾ വാഹനത്തെ തടഞ്ഞു നിർത്തിയിട്ടില്ല എന്നൊക്കെ പച്ചക്കള്ളം എന്തിനാണ് മേയർ പറഞ്ഞത്? അതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള ദൃശ്യങ്ങൾ വന്നില്ലേ? നിയമം കയ്യിലെടുക്കാൻ തിരുവനന്തപുരം മേയർക്ക് എന്ത് സവിശേഷ അധികാരമാണുള്ളത്? മേയർക്ക് പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ പരാതിപ്പെടണം, നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണം. പൊതുഗതാഗത സംവിധാനത്തെ തടസ്സപ്പെടുത്തി വാഹനം സിനിമാ സ്റ്റൈലിൽ നടു റോട്ടിലിട്ട് സീബ്ര ലൈനിൽ വാഹനം നിർത്തിയിട്ടാണോ മേയർ അവരുടെ സ്ത്രീ പക്ഷ നിലപാടും അധികാരവും ഒക്കെ കാണിക്കേണ്ടത്? ഷിജു ഖാൻ. ഗോപികൃഷ്ണ, ഇപ്പോൾ കഴിഞ്ഞൊരു 2 ദിവസമായി യദു ടെലിവിഷൻ ചർച്ചയിലും മാധ്യമങ്ങളോടുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ യദു ഇവിടെ ആവർത്തിക്കുകയുണ്ടായി. ഇപ്പോൾ ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ നമ്മുടെ മനോരമയും മാതൃഭൂമിയും ഒക്കെ വളരെ ശക്തമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാദങ്ങൾ, അല്ലെങ്കിൽ എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും ആര്യയെ മേയറെ പ്രതിക്കൂട്ടിൽ നിർത്താൻ നടത്തുന്ന വളരെ കൃത്യമായ ഒരു ആസൂത്രണമുണ്ട്. ഗോപികൃഷ്ണൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യദുവിനെ ആര്യയ്ക്ക് പൂർവ്വ പരിചയമില്ല. അവർ തമ്മിൽ പൂർവ്വകാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ വൈരാഗ്യമോ വ്യക്തിപരമായ പരിചയമോ ഇല്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആര്യയെപ്പോലെ, ഇപ്പോൾ ഗോപികൃഷ്ണൻ എത്ര കാലമായി അങ്ങയുടെ മാധ്യമ പ്രവർത്തനം നടത്തുന്നു, ഞാൻ എത്ര കാലമായി പൊതുപ്രവർത്തനം നടത്തുന്നു. ആര്യയും ദീർഘകാലമായി ബാലസംഘത്തിൻ്റെ, SFIയുടെ, DYFIയുടെ ഒക്കെ ഭാഗമായി നിൽക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു നിസാര പ്രശ്നം ഉണ്ടായാൽ ക്ഷമിക്കാനോ ഏതെങ്കിലും ഒരു നിസാര പ്രശ്നമുണ്ടായാൽ അത് വിട്ടുകളയാനോ ഒക്കെയുള്ള പക്വതയും ആര്യയ്ക്കുണ്ട്. പക്ഷേ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഗോപികൃഷ്ണ, തൻ്റെ സ്ത്രീത്വത്തിന് നേരെ, തൻ്റെ അന്തസ്സിന് നേരെ ഒരു ഗുരുതരമായ ലൈംഗിക ചേഷ്ട നടത്തുന്നയാളുടെ ആ മനോവൈകൃതം സഹിച്ച് ഷിജു ഖാൻ, എന്റെ ചോദ്യം ഞാൻ പറയുന്നു, അവർ പ്രതികരിക്കട്ടെ. അവർ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നിയമപരമായ കാര്യങ്ങൾ നേരിടട്ടെ. എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രനും ജനപ്രതിനിധിയായ സച്ചിൻ ദേവിനും എതിരായിട്ടുള്ള നിയമ നടപടികൾ തടസ്സപ്പെടുന്നു? ഏത് സവിശേഷ അധികാരമാണ് അവരെ ഇത്തരം നിയമലംഘനങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഉപയോഗിക്കപ്പെടേണ്ടത്? അതാണ് എൻ്റെ ചോദ്യം. താങ്കൾ അതിന്റെ ഒരു ഭാഗത്ത് താങ്കൾ പറയുന്നു ആര്യയെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അനാവശ്യമായി അവർക്ക് പിന്തുണ നൽകി ന്യായീകരിക്കാനാണ് താങ്കളെപ്പോലുള്ളവർ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമാനുസരണം അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ, അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ, നടപടിയെടുക്കട്ടെ. ആരാണ് നിയമം ലംഘിക്കാൻ അവർക്ക് അധികാരം കൊടുത്തത്? എന്ത് സവിശേഷാധികാരത്തിന്റെ പേരിലാണ് ആര്യ രാജേന്ദ്രൻ എന്ന തിരുവനന്തപുരം നഗരസഭാ ദിവ സംരക്ഷിക്കപ്പെടുന്നത്? സച്ചിൻ ദേവ് എന്ന MLA സംരക്ഷിക്കപ്പെടുന്നത്? എന്ത് ധാർമ്മികതയുടെ പേരിലാണ് പാർട്ടി അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത്? നിങ്ങളുടെ ചോദ്യം നേരത്തെയുള്ള ചോദ്യം തന്നെ നിങ്ങൾ ആവർത്തിക്കുകയാണ്. എന്നെ തടസ്സപ്പെടുത്തി നിങ്ങളുടെ ചോദ്യവും നിങ്ങളുടെ നിലപാട് നിങ്ങൾ വ്യക്തമാക്കിക്കൂ. പക്ഷേ ഞാൻ ഉറച്ചു നിൽക്കുന്ന കാര്യം, ആര്യയുടെ സ്ത്രീത്വത്തിനും അഭിമാനത്തിനും അന്തസ്സിനും നേരായി ഒരധിക്ഷേപം ഉണ്ടായാൽ ആര്യയല്ല, ഗോപികൃഷ്ണനും പ്രതികരിക്കും. ഗോപികൃഷ്ണൻ, ഞാനും പ്രതികരിക്കും. നിങ്ങളുടെ ഭാര്യയും എൻ്റെ ഭാര്യയും നമ്മുടെ കുടുംബാംഗങ്ങളും ഒക്കെ പ്രതികരിക്കും. ഗോപികൃഷ്ണ, നിങ്ങൾക്ക് സ്ത്രീകളുമായി അടുത്ത പരിചയമില്ലേ? അവരൊന്നും സംരക്ഷിക്കാൻ നിയമം വഴങ്ങി കൊടുക്കില്ല. കേൾക്കൂ, എന്റെ ഭാര്യയും എന്റെ പെങ്ങളും എന്റെ വീട്ടിലെ സ്ത്രീകളും ഒക്കെ പ്രതികരിച്ചാൽ അവർക്കെന്നാ നിയമം അങ്ങ് വഴിമാറി കൊടുക്കാം എന്ന് കരുതുകയില്ല. അങ്ങനോട്ട് സംഭവിക്കാനും പോകുന്നില്ല. ഇവിടെ അങ്ങനെ പ്രതികരിച്ച ആളുകൾക്ക് ഒന്നും പ്രത്യേകിച്ച് ഇളവുകളും കിട്ടിയിട്ടില്ല. അല്ല ഗോപികൃഷ്ണ, ഞാനൊന്ന് പറഞ്ഞു തീർക്കാനുള്ള സമയം തരൂ. അങ്ങ് ചർച്ചയിലുടനീളം ആര്യയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കോ. അങ്ങനെ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത് ഷിജു ഖാൻ. താങ്കൾക്ക് താങ്കളുടെ വാദം പറയാം. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. താങ്കൾ എങ്ങനെ ഉറച്ചു നിന്നാലും താങ്കൾ ആര്യയെ സംരക്ഷിക്കാനും ന്യായീകരിക്കാനുമാണ് വന്നിട്ടുള്ളെങ്കിൽ അതായിക്കോളൂ. താങ്കളുടെ വാദം ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നടപടി ഉണ്ടെങ്കിൽ പ്രതികരിക്കണം. എനിക്ക് അതിനകത്ത് എതിരഭിപ്രായമില്ല. അതിന് നിയമപരമായ നടപടികൾ അതായത് എന്നെ അടിച്ചു അതുകൊണ്ട് ഞാൻ തിരിച്ചടിക്കും എന്ന് പറയുന്ന ന്യായം താങ്കൾ ഇവിടെ പറയരുത്. എന്നെ അടിച്ചു അതുകൊണ്ട് ഞാൻ തിരിച്ചടിക്കും എന്ന് പറയുന്ന ന്യായം ഒരു നിയമ സംവിധാനം വാഴുന്ന സമൂഹത്തിൽ അത് പറ്റില്ല. മേയർ സ്ഥാനത്തിരിക്കുന്ന ആര്യ രാജേന്ദ്രൻ ആ ചെയ്തതിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാൻ എന്താണ് അവർക്ക് മടി? എന്താണ് സച്ചിൻ ദേവ് എന്ത് അധികാരം വെച്ചിട്ടാണ് KSRTC ബസ്സിനകത്ത് കയറിയിട്ട് ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നും ഡ്രൈവർ അറസ്റ്റിലായിട്ടുണ്ട് ഈ സർവീസ് ഇവിടെ നിർത്തിയെന്ന് പറയുന്നത്? എന്ത് അധികാരമാണ് സച്ചിൻ ദേവ് MLAക്ക് ഈ KSRTC ഇവിടുന്ന് സർവീസ് നടത്തില്ല എന്ന് പറയാൻ കൊടുക്കുന്നത്? ഷിജു ഖാൻ, എന്ത് അധികാരമാണ് സച്ചിൻ ദേവ് MLAക്ക് ഉള്ളത്? വീഡിയോ കണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞത് ഞാൻ മറ്റേ വീഡിയോയും കണ്ടിട്ടില്ലല്ലോ. നമ്മൾ കണ്ട വീഡിയോയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മേയർ പറഞ്ഞത് തെറ്റാണെന്ന് നമ്മൾ കണ്ടല്ലോ. ഈ കണ്ട വീഡിയോയിൽ
സീബ്ര ലൈനിൽ സിനിമാ സ്റ്റൈലിൽ ക്രോസ് ചെയ്ത് വണ്ടി നിർത്തി KSRTC തടയുന്ന വീഡിയോ കണ്ടല്ലോ, ഞാൻ കണ്ടു, താങ്കൾ കണ്ടില്ലേ? അല്ല ഗോപികൃഷ്ണ, ഇതൊരു ഡ്രൈവറെ ഒരു വളരെ പാവം, നിഷ്കളങ്കനും വിശുദ്ധനുമാക്കി മാറ്റാനുള്ള വളരെ കൃത്യമായ ഒരു കോൺസ്പിറസിയുടെ ഭാഗമാണ് ഗോപികൃഷ്ണനും ഇപ്പൊ എത്തുന്ന നിഗമനം. നിങ്ങൾ വളരെ തന്ത്രപരമായി ഒരു നിയമലംഘനത്തെ ന്യായീകരിക്കാൻ കൂട്ടുനിൽക്കുന്നു ഷിജു ഖാൻ. താങ്കളെ പോലെ ഒരു പൊതുപ്രവർത്തകൻ ഒരു നിയമലംഘനം, ഈ രാജ്യത്തെ പൗരന്മാർക്ക് മുന്നിൽ നിയമം ഒന്നേ ഉള്ളൂ ഷിജു ഖാൻ. ഈ രാജ്യത്തെ നിയമം ഒന്നേ ഉള്ളൂ ഷിജു ഖാൻ. ഈ രാജ്യത്തെ പൗരന്മാർക്ക് മുന്നിൽ നിയമം ഒന്നേ ഉള്ളൂ. നിങ്ങൾ എത്ര ഉന്നതനായാലും നിങ്ങൾക്ക് മുകളിലാണ് നിയമം. നിങ്ങൾ എത്ര ഉന്നതനായാലും നിങ്ങൾക്ക് മുകളിലാണ് നിയമം. നടത്തുന്നവരെയും ക്രിമിനലുകളെയും വിശുദ്ധന്മാരാക്കുന്ന നിങ്ങളുടെ നിലപാടാണ്. ഗോവിന്ദസ്വാമിയെയും നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യും നാളെ. ഞാൻ അതിലേക്കൊക്കെ വരാം. അതൊന്നും ഇതുമായിട്ട് കൂട്ടിക്കെട്ടണ്ട. ഷിജു ഖാൻ നിയമം അധികാരമുണ്ടെന്ന് പറഞ്ഞ് നിയമ സംവിധാനങ്ങളെ വളച്ചൊടിക്കാനും ഏതെങ്കിലും ഒരാളുടെ പുറത്ത് കുതിര കയറാനും ഉള്ളതല്ല ഈ രാജ്യത്തെ നിയമം. ശ്രീ ആർ വി രാജേഷ്, ഷിജു ഖാൻ പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ശ്രീ ആർ വി രാജേഷ്, കണ്ട് വിട്ടുകളയണം. അതെന്ത് മര്യാദയാണ്? എനിക്ക് കൃത്യമായ വാദമുണ്ട് ഷിജു ഖാൻ. ഇതിനകത്ത് എനിക്ക് കൃത്യമായ വാദമുണ്ട് ഷിജു ഖാൻ. ഞാൻ പറഞ്ഞത് നിയമലംഘനം നടത്തിയത് എത്ര ഉന്നതനായാലും അയാൾക്കെതിരെ നടപടി ഉണ്ടാകണം. അയാൾക്ക് മുന്നിൽ നിയമം വളഞ്ഞു നിൽക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ചർച്ചയാക്കപ്പെടും. ആർ വി രാജേഷ്, വാട്ട്സ് യുവർ പോയിന്റ്? അല്ല ഗുണ്ടകളെ കൊണ്ടുവന്ന് അടുപ്പിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആർ വി രാജേഷ് നേരമായി വാദം കേട്ടോണ്ടിരിക്കുകയല്ലേ? വെള്ളപൂശുന്നത് ആരാന്നൊക്കെ നമുക്ക് മനസ്സിലായി. നിങ്ങളുടെ വാദമുഖങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അതുപോലെ ഡിജോ കാപ്പനെ പോലുള്ള ആളുകൾ ആർ വി രാജേഷ്, അല്ല എന്റെ സമയമാണ്. ഇത് താങ്കളുടെ സമയമാണ്. ആർ വി രാജേഷ്, താങ്കൾ പറഞ്ഞോളൂ. ആർ വി രാജേഷ്, അല്ല ഇവിടെ ഈ ഷിജു ഖാന്റെ വാദമുഖങ്ങളൊക്കെ കുറച്ച് നേരമായി ഞങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അതിൽ ഈ പ്രേക്ഷകരും കേട്ടോണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ ഉദാത്തമായി കേരളീയ സ്ത്രീത്വത്തിന് വേണ്ടി വളരെ ഉജ്ജ്വലമായി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ അതുപോലെ തന്നെയാണ് മേയർ വളരെ വികാരപരമായി കോർപ്പറേഷൻ കൗൺസിലിനകത്ത് ഒന്ന് മര്യാദ കാണിക്കുക, ഒരു ചർച്ചയിൽ മര്യാദ കാണിക്കുക. എന്തൊരു മര്യാദകേടാണ്. വളരെ മര്യാദയോടുകൂടിയാണ് ഒന്ന് സംസാരിക്കണ്ടേ? ഇത് നിങ്ങളുടെ വാദം മാത്രം കേട്ടാ മതിയോ? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടാ മതിയോ? എന്റെ സമയം അല്ല 40 മിനിറ്റ് ആയി ചർച്ച എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. ഭാഗം ഇവിടെ കേട്ട് കഴിഞ്ഞു. ഭാഗം ഇവിടെ കേട്ട് കഴിഞ്ഞു. അരമണിക്കൂർ ഷിജു 20 മിനിറ്റ് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഷിജു ഈ 40 മിനിറ്റ് ചർച്ചയിൽ 15-20 മിനിറ്റ് ഷിജുവും കൂടി സംസാരിച്ചിട്ടുണ്ട്. താങ്കളുടെ ഭാഗം ഇവിടെ കേട്ടു. ലെറ്റ് രാജേഷ് സ്പീക്ക് നൗ. ലെറ്റ് ആർ വി രാജേഷ് സ്പീക്ക്. എന്ത് അധികാരമാണ് എന്ത് അധികാരമാണ്? എന്ത് സവിശേഷ അധികാരമാണുള്ളത്? നിയമം കയ്യിലെടുക്കാൻ എന്ത് അധികാരമാണുള്ളത് ചോദിച്ചു. എന്ത് സവിശേഷ അധികാരം? ഇത് അധികാരത്തിന്റെ പുളപ്പിൽ കാണിക്കുന്ന ഒരു അഹങ്കാരമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നടപടിയെടുക്കാൻ പറയണം മിസ്റ്റർ ഷിജു ഖാൻ. പോലീസ് ഉണ്ടല്ലോ, നിയമ സംവിധാനങ്ങളുണ്ടല്ലോ, മേയറും ജനപ്രതിനിധിയുമല്ലേ. നിയമപരമായ നടപടിയെടുക്കാൻ പറയണം. സിനിമാ സ്റ്റൈലിൽ വണ്ടി വന്ന് ക്രോസ് ചെയ്തിട്ട് ഈ ഷോ കാണിക്കുകയല്ലോ അതിനകത്തുള്ള പ്രതികരണത്തിൽ വേണ്ടത്. നുണ പറയുകയല്ലോ, പൊതുസമൂഹത്തോട് നുണ പറയുകയാണോ? അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അങ്ങനെയാണോ? നിങ്ങൾ അതിലൊന്നും കയറി പിടിക്കണ്ട ഷിജു ഖാൻ. ഇതിനകത്തുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വേണം. നിങ്ങളാണ് ഷോ കാണിക്കുന്നത്. ആർ വി രാജേഷ്, യദുവിന്റെ ചരിത്രമൊന്നും ഞാൻ പഠിക്കേണ്ട കാര്യമില്ല. യദുവിന്റെ ചരിത്രമൊന്നും ഞാൻ പഠിക്കേണ്ട കാര്യം. യദുവിന്റെ ചരിത്രമൊന്നും ഞാൻ പഠിക്കേണ്ട കാര്യം. ഞാൻ പറഞ്ഞത് ഈ കേസിലാണ്. ഈ കേസിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മറുപടിയില്ല. നിങ്ങൾ ഏകപക്ഷീയമായി ചർച്ച ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് ചർച്ചയാവോ? അല്ല ഒന്ന് നിർത്തുന്നേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ ഭാഗം കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി വളരെ വളരെ
വളരെ ഗംഭീരമായി താങ്കൾ വാദിച്ചു. ഇവിടെ താങ്കളുടെ പാർട്ടിയിലെ MLA PK ശശി എന്ന് പറഞ്ഞ MLA നിങ്ങളുടെ പാർട്ടിയിലെ ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാവിനെ പീഡിപ്പിച്ച ആ വനിതാ നേതാവ് പരാതി കൊടുത്തപ്പോൾ താങ്കളുടെ അഭിപ്രായം ഇത് തന്നെയായിരുന്നു. അതല്ലേ കേസെടുത്തോ, നടപടിയെടുത്തോ? ഇതല്ല നിങ്ങളുടെ പാർട്ടിയുടെ ചരിത്രം. അതല്ല പാർട്ടിയുടെ നിങ്ങൾ ഡിവൈഎഫ്ഐക്കാർക്ക് പോലും ഈ നീതി നിങ്ങളുടെ പാർട്ടിക്കകത്ത് കിട്ടിയില്ലോ. പിന്നെ ശരി, ഇപ്പൊ ഡ്രൈവർമാരെല്ലാം ന്യായപരമായിട്ടാണ് വണ്ടി ഓടിക്കുന്നതും അവരെല്ലാം കൃത്യമായി മദ്യപിക്കാതെയാണ് വണ്ടി ഓടിക്കുന്നത് അഭിപ്രായമൊന്നും എനിക്കില്ല. ചില ആളുകൾ അങ്ങനെയൊക്കെ ഓടിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ കഴിഞ്ഞ ദിവസം മേയർ പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ വാഹനത്തിൽ മേയർ വാഹനം തടഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ഡ്രൈവർ മദ്യപിച്ചിരുന്നു, ഇവരെ നോക്കി അശ്ലീലമായ ആംഗ്യം കാണിച്ചു. ഇപ്പൊ ഈ ഡ്രൈവർക്കെതിരായി ഇപ്പൊ പറഞ്ഞല്ലോ ആ ലൈംഗിക പീഡന കേസിലെ പ്രതിയായ ഡ്രൈവർ എന്ന് താങ്കൾ പറഞ്ഞല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനകത്ത് നിയമലംഘനം നടത്തി ഈ വാഹനത്തെ ചേസ് ചെയ്ത് ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്ത് സീബ്ര ലൈനിൽ നിർത്തി? ഇതെല്ലാം ഒരു ക്രെഡിബിലിറ്റി വേണം. ഒരു ജനപ്രതിനിധി ആകുമ്പോൾ, മേയർ ആകുമ്പോൾ ചില ക്രെഡിബിലിറ്റി വേണം. നമ്മൾ പറയുന്നത് അത്തരം ആളുകൾ സത്യസന്ധമായ കാര്യങ്ങൾ പറയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ ആളുകൾ വിശ്വസിക്കുന്നത്. പറഞ്ഞത് മുഴുവൻ പച്ച കള്ളമല്ലേ? വാഹനം ഞാൻ ഓവർടേക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു, വാഹനം അവിടെ റെഡ് സിഗ്നൽ നിർത്തിയപ്പോൾ അവരോട് ഇറങ്ങി കാര്യം ചോദിച്ചു എന്ന് പറഞ്ഞു, സീബ്ര ലൈനിൽ നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കള്ളമാണ്. അപ്പൊ മേയർ ഉന്നയിക്കുന്ന വാദങ്ങൾ മുഴുവൻ കള്ളമാണ്. അത് തന്നെയാണ് ഇവിടെ ശ്രീ ഡിജോ കാപ്പൻ പറഞ്ഞതുപോലെ, ഒരു വാഹനത്തിലിരുന്ന് ഇത്രയധികം ഈ ഇരുട്ടത്ത് രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഈ ലൈംഗിക ചേഷ്ട എങ്ങനെ കാണിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. അതെങ്ങനെയായാലും പോലീസ് അന്വേഷിക്കട്ടെ. എന്തുകൊണ്ട് ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വിടുന്നില്ല? ബസ്സിനകത്ത് വീഡിയോ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഒരാൾക്കെതിരെ മാത്രം കേസെടുക്കുന്നു. നിയമലംഘനം, പച്ചയായ നിയമലംഘനം നടത്തി റോഡിൽ ശ്രീ രാജേഷ്, ഞാനത് ഷിജു ഖാനോട് പറഞ്ഞു. അതായത് സ്ത്രീയായ മേയറെ കുറിച്ച് മാത്രമല്ല, ഏത് വനിതയ്ക്കെതിരെയും അങ്ങനെ ഒരു അതിക്രമ സ്വഭാവത്തിൽ ആരെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ അപലപിക്കുക മാത്രമല്ല, ഏറ്റവും പുരോഗമന സമൂഹത്തിൽ നിൽക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഷിജു ഖാൻ എന്നോട് ചോദിച്ചില്ലേ വനിതാ സുഹൃത്തുക്കളെ കുറിച്ച്, വളരെ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ഞാൻ പറയാണ്, വളരെ ഇത്തരം സംഭവങ്ങളിൽ അവരോടൊപ്പം നിൽക്കുകയും അവർക്ക് എന്താണ് ഒരു മാധ്യമപ്രവർത്തനം ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ സന്നദ്ധനായി നിൽക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ പറയുന്നത്. നിയമപരമായി നടപടികൾ നേരിടുകയല്ലേ ഷിജു ഖാൻ വേണ്ടത്? അതല്ലാതെ ഒരു ഭാഗത്ത് മാത്രം കേസ്, മറുഭാഗത്ത് മേയർ പറയുന്ന നുണകളെയൊക്കെ നമ്മൾ അങ്ങനെ ന്യായീകരിച്ച് പൊലിപ്പിച്ചു കൊടുക്കുക, അതെന്താവശ്യം? ആർക്ക് വേണ്ടി? 4 നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്ന്, ഇടതുവശത്ത് കൂടി ഓവർടേക്ക് ചെയ്തു. 2 സീബ്ര ലൈനിൽ വാഹനം നിർത്തി. അത് കഴിഞ്ഞ് ഈ ഡ്രൈവറോട് കയറി സംസാരിച്ചു. KSRTC ബസ് തടഞ്ഞിട്ടു. ആ KSRTC-യിലെ യാത്രക്കാരെ നിയമലംഘനം നടത്തിയിട്ട് മേയർക്ക് എന്തെങ്കിലും പ്രത്യേക അധികാരമുണ്ടോ? ഇവിടെ നിയമലംഘനം നടത്താൻ അല്ലെങ്കിൽ നിയമം കയ്യിലെടുക്കാൻ മേയർക്കോ MLA ക്കോ പ്രത്യേക